ഇതിനിരിപ്പിന് പോയാ എന്തോ പറ്റിട്ടുണ്ട്. പുഴുപ്പുളത്തുള്ള സിദ്ധുളിയൻ എവിടെയും ഒളിച്ചോടി പോയി കാണും. ഹലോ, അങ്ങനെ നമ്മുടെ ഉപ്പും മുളകിൽ നമ്മുടെ സിദ്ധുവിന് വേണ്ടിയുള്ള സത്യാഗ്രഹത്തിലാണ് കൂട്ടുകാരെ നമ്മുടെ ലച്ചു. മൗനവ്രതം എന്ന് തന്നെ പറയാം, ഒരു രക്ഷയില്ല. അപ്പൊ നമ്മുടെ സിദ്ധു വരും എന്നുള്ള ഒരു വലിയ സൂചനയാട്ടോ ഇന്നത്തെ പ്രൊമോയിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. നമ്മുടെ ലച്ചു മൗനവ്രതത്തിൽ ഇങ്ങനെ വീടിന്റെ മുമ്പിൽ തന്നെ ഇങ്ങനെ ആ ഒരു ഊഞ്ഞാലയിൽ ഇങ്ങനെ ഇരിക്കുവാട്ടോ. ആരും ചോദിച്ചിട്ട് ഒന്നും മിണ്ടുന്നില്ല. അപ്പൊ ഭയങ്കര ഷോക്ക് അടിച്ചിരിക്കുക. അപ്പൊ നമ്മുടെ കേശു പറയുന്നുണ്ട്, ഇനി കൊഴുപ്പുളത്തുള്ള സിദ്ധുളിനെങ്ങാനും ആരുടെങ്കിലും ഇപ്പോൾ ഒളിച്ചോടി പോയോ എന്ന് ചോദിക്കുന്നുണ്ട് നമ്മുടെ സിദ്ധു. ഈ ഒരു പ്രശ്നമുണ്ടായതിനു ശേഷം നമ്മുടെ സിദ്ധുവിന്റെ പേര് ആദ്യമായിട്ടാണ് എപ്പിസോഡിൽ പറയുന്നത്. അപ്പൊ സിദ്ധു അളിയൻ അവിടെ തന്നെയുണ്ട്, എങ്ങും പോയിട്ടില്ല. പ്രേക്ഷകരെ നമുക്ക് ആശ്വസിക്കാം. അപ്പൊ നമ്മുടെ ഭവാനിയമ്മ പറയുന്നുണ്ട്, ദൈവമേ എന്ത് പറ്റി ലച്ചുമോന് എന്നും പറഞ്ഞിട്ട് അവര് ഭയങ്കര സങ്കടപ്പെട്ടൊക്കെ നിൽക്കുന്നുണ്ടേ. ലാസ്റ്റ് നമ്മുടെ കേശുവും നമ്മുടെ ഭവാനിയമ്മയും കൂടി നമ്മുടെ ലച്ചുവിന്റെ അരികിൽ വന്നിട്ട്, ഞങ്ങൾക്ക് കുറച്ച് അപേക്ഷകളുണ്ട്, അടിയനൊന്ന് കേൾക്കണം എന്ന് പറയുന്നുണ്ട്. ലാസ്റ്റ് നമ്മുടെ ലച്ചു കുറച്ച് പേപ്പറുകൾ ഇവരുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, മൗനമായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ഈശ്വരൻ അരികിലേക്ക് കൂടുതൽ അടുക്കാൻ പറ്റൂ എന്നാട്ടോ ആ ഒരു പേപ്പറിൽ നമ്മുടെ ലച്ചു നമ്മുടെ കേശുവിന് എഴുതി കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ലച്ചു വീണ്ടും മൗനവ്രതത്തിൽ ഇരുന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുവാട്ടോ, ഭയങ്കര ധ്യാനത്തിലാണേ. അപ്പൊ ലച്ചുവിനിക്ക് ഒരു തപസ് അളക്കാൻ ആരെ കൊണ്ട് സാധിക്കും എന്നുള്ളതാണ് വലിയൊരു ചോദ്യം. ഇനി നമ്മുടെ സിദ്ധുവളിയും തന്നെ വരേണ്ടി വരുമോ അല്ലേ കൂട്ടുകാർ? എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാട്ടോ. അപ്പൊ അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും. ഹിയർ ഐ ആം ദി മലയാളി സൈനിങ് ഓഫ്.